Social Science Standard 6 Unit 5 The Earth Myth and Reality Question Answers. സാമൂഹ്യശാസ്ത്രം 6ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലെ ഭൂമി കഥയും കാര്യവും എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ. The scientists or philosophers who try to get a concept of the shape of the earth. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് തത്വചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയ ആശയങ്ങൾ ഏതൊക്കെയാണ്? Thales. The concept of a spherical earth was first put forward by the Greek philosopher Thales in the 7th century BCE. However, he believed that the sphere floated on water. BC 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന്, സ്ഫെറിക്കൽ ഷേപ്പാണെന്ന് ആദ്യമായി ആശയം മുന്നോട്ട് വച്ചത്. എന്നാൽ ഈ ഗോളാകൃതിയിലുള്ള ഈ ഭൂമി ജലത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്, ഫ്ലോട്ടഡ് ഓൺ വാട്ടർ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ. The Greek philosophers Pythagoras and Aristotle established that the earth is spherical in shape. The period saw numerous oppositions against this view. Later, Copernicus strongly supported this concept. ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത്. ആ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് വളരെയധികം എതിർപ്പുകളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കോപ്പർനിക്കസ് ഈ ആശയത്തെ ശക്തമായിട്ട് പിന്താങ്ങി വരുവാനിടയായിട്ട് തീർന്നു. ആര്യഭട്ട, the Indian astronomer, strongly believed the shape of the earth to be spherical and that it spins on its own imaginary axis. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പികമായിട്ടുള്ള ഒരു ആക്സിസിൽ, ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസിൽ അത് സ്വയം കറങ്ങുന്നുവെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. നെക്സ്റ്റ്, മഗല്ലന. Years later, Magellan's voyage round the world proved that the earth is spherical. വർഷങ്ങൾക്ക് ശേഷം മഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാൻ ഇടയായിട്ട് തീർന്നു. നെക്സ്റ്റ്, സർ ഐസക് ന്യൂട്ടൺ. Sir Isaac Newton proved that the earth is not truly spherical in shape but slightly flattened at the poles and bulged in the middle. സർ ഐസക് ന്യൂട്ടൺ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതി ഇല്ലെന്ന് കണ്ടെത്തി. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗത്ത് ചെറുതായിട്ട് വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. What is the term used to describe the shape of the earth? What is the feature of this shape? ഭൂമിയുടെ ആകൃതിയെ വ്യക്തമാക്കാനായിട്ട്, വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദം എന്താണ്? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? The spherical shape of the earth, which is slightly flattened at the poles and bulged at the equator, is known as geoid. The word geoid means earth-shaped. ധ്രുവങ്ങൾ അല്പം, പോൾസ് എന്ന് വെച്ചാൽ ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് വിളിക്കുന്നു. ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി, എർത്ത് ഷേപ്ഡ്, ഭൂമിയുടെ ആകൃതി എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലാറ്റിറ്റ്യൂഡ്സ്? അക്ഷാംശ രേഖകൾ എന്നാൽ എന്താണ്? Latitude is the angular distance to any point on the surface of the earth from the center. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. By joining the same angular distances, we get the lines of latitudes. ഇത്തരത്തിലുള്ള ഓരോ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകൾ ലഭിക്കും. What are the features of latitudes? അക്ഷാംശ രേഖകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? Seen as encircles, വൃത്താകൃതിയാണ്. ലോങ്കസ്റ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ, ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഇക്വേറ്റർ, ഭൂമധ്യരേഖ. The angular measurement of the equator is 0 degree. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് 0 ഡിഗ്രിയാണ്.
Length of latitudes decrease on either sides of the equator simultaneously. ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലുമുള്ള അക്ഷാംശരേഖകളുടെ നീളം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ലാറ്റിറ്റ്യൂഡ്സ് ഇൻ 90 ഡിഗ്രി ആർ 2 പോയിൻറ്റ്സ്. 90 ഡിഗ്രി ഉള്ള അക്ഷാംശരേഖകൾ വൃത്താകൃതിയല്ല, അത് രണ്ട് ബിന്ദുക്കളാണ്. ദീസ് പോയിൻറ്റ്സ് ആർ കോൾഡ് പോൾസ്. അത് ധ്രുവങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ദ ലാറ്റിറ്റ്യൂഡ് അറ്റ് 90 ഡിഗ്രി നോർത്ത് ഈസ് കോൾഡ് നോർത്ത് പോൾ ആൻഡ് 90 ഡിഗ്രി സൗത്ത് ഈസ് കോൾഡ് സൗത്ത് പോൾ. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശരേഖയെ ഉത്തരധ്രുവമെന്നും 90 ഡിഗ്രി സൗത്തുള്ള തെക്കുള്ള അക്ഷാംശരേഖയെ സൗത്ത് പോൾ ദക്ഷിണ ധ്രുവമെന്നും അറിയപ്പെടുന്നു. ദ ലാറ്റിറ്റ്യൂഡ്സ് അറ്റ് 23.5 degree north of the equator is known as Tropic of Cancer and 23.5 degree south is known as the Tropic of Capricon. 23.5 ഡിഗ്രി വടക്ക് ഉള്ള അക്ഷാംശരേഖയെ ഉത്തരായന രേഖ എന്നും 23 ഡിഗ്രി തെക്കുള്ള അക്ഷാംശരേഖയെ ദക്ഷിണായന രേഖ എന്നും അറിയപ്പെടുന്നു. The latitudes at 66.5 degree north is known as the Arctic Circle and 66.5 degree south is known as the Antarctic Circle. 66 ഡിഗ്രി വടക്കുള്ള അക്ഷാംശരേഖയെ ആർട്ടിക് വൃത്തമെന്നും 66 ഡിഗ്രി തെക്കുള്ള അക്ഷാംശരേഖയെ അന്റാർട്ടിക് വൃത്തമെന്നും അറിയപ്പെടുന്നു. വാട്ട് ഈസ് ആൻ ആക്സിസ്? എന്താണ് അച്ചുതണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? The imaginary lines that passes through the center of the earth is called axis of the earth. The earth rotates on this tilted axis. ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ടെന്ന് പറയുന്നത്. ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. The line of latitudes dividing the earth into two hemispheres. ഏത് അക്ഷാംശരേഖയാണ് ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നത്? ഇക്വേറ്റർ, ഭൂമധ്യരേഖ. The hemisphere that lies in the north of the equator. ഭൂമധ്യരേഖയുടെ വടക്കുഭാഗത്തുള്ള അർദ്ധഗോളത്തെ അറിയപ്പെടുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഉത്തരാർദ്ധഗോളം. The hemisphere that lies in the south of the equator. ഭൂമധ്യരേഖയുടെ തെക്കുഭാഗത്തുള്ള അർദ്ധഗോളത്തെ അറിയപ്പെടുന്നത് സതേൺ ഹെമിസ്ഫിയർ, ദക്ഷിണാർദ്ധഗോളം. The longest line of latitude. ഏറ്റവും വലിയ അക്ഷാംശരേഖ ഇക്വേറ്റർ, ഭൂമധ്യരേഖ. Look at the sample of the earth where lines of latitude are marked. Tabulate the lines of latitudes ആൻഡ് ദയർ ഡിഗ്രി. അക്ഷാംശരേഖകൾ വരച്ചിരിക്കുന്ന ഭൂമിയുടെ ഒരു മാതൃക നോക്കൂ. അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രധാന അക്ഷാംശരേഖകൾ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡ്സ്? എന്താണ് രേഖാംശരേഖകൾ? ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ആംഗുലർ ഡിസ്റ്റൻസസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം. Lines of longitudes are imaginary lines connecting the same angular distances with reference to the standard meridian. ഇങ്ങനെ മാനക രേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ? എന്താണ് മാനക രേഖാംശം? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സ് ഈസ് നോൺ ആസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. 0 ഡിഗ്രി രേഖാംശ രേഖകളാണ് മാനക രേഖാംശം അഥവാ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്? കിഴക്ക് രേഖാംശ രേഖകൾ എന്നാൽ എന്ത്? The longitudes along the eastern hemisphere are called the east longitudes. കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകളെയാണ് കിഴക്ക് രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ്? പടിഞ്ഞാറ് രേഖാംശ രേഖകൾ എന്നാൽ എന്ത്? The longitudes along the western hemisphere are called the west longitudes. പടിഞ്ഞാറ് അർദ്ധഗോളത്തിലുള്ള രേഖാംശ രേഖകളെയാണ് പടിഞ്ഞാറ് രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. How can locate a place on the earth's surface? എപ്രകാരമാണ് ഭൂതലത്തിലുള്ള സ്ഥലങ്ങളെ
തിരിച്ചറിയാനായിട്ട് സാധിക്കുക. The exact location of a place on the earth is determined by the help of the latitudes and longitudes. അക്ഷാംശരേഖകളുടെയും രേഖാംശരേഖകളുടെയും സഹായത്തോടു കൂടിയാണ് ഭൂമിയിലെ ഏതൊരു പ്രദേശത്തിൻ്റെയും സ്ഥാനം നിർണ്ണയിക്കാൻ സാധിക്കുന്നത്. Find out the location of the countries based on latitudes ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ്സിൻ്റെയും ഏതൊക്കെ ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെയും ഇടയിലാണ് ഈ രാജ്യങ്ങൾ എന്നുള്ളതാണ് ഗ്ലോബും അല്ലെങ്കിൽ അറ്റ്ലസൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ഓൺ ദി എർത്ത്. ഹൗ ഡസ് ദിസ് ഹാപ്പൻസ്? രാവും പകലും ഭൂമിയിൽ അനുഭവപ്പെടുന്നു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഡേ ആൻഡ് നൈറ്റ് ആർ എക്സ്പീരിയൻസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ റൊട്ടേഷൻ, ഭ്രമണം മൂലമാണ് രാവും പകലും അനുഭവപ്പെടുന്നത്. വൈ ഡു വി ഫീൽ ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്? സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് തിരിയുന്നത്. സോ ദ സൺ സീംസ് ടു റൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നത്. വൈ ഡു ദ ഷാഡോസ് ചേഞ്ച് പൊസിഷൻ സോ ഡ്യൂറിങ് എ ഡേ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്? എന്തുകൊണ്ടാണ് നിഴലിൻ്റെ സ്ഥാനം ദിവസത്തിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഷാഡോ ഈസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് നിഴലുകളുടെ സ്ഥാന വ്യതിയാനം സംഭവിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20. വാട്ട് ഈസ് റെവല്യൂഷൻ? എന്താണ് പരിക്രമണം എന്ന് പറയുന്നത്? അലോങ് വിത്ത് ദ റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ്. ഭൂമി തൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നതോടൊപ്പം, ഭ്രമണം ചെയ്യുന്നതോടൊപ്പം, ദ എർത്ത് ഓൾസോ മൂവ്സ് അറൗണ്ട് ദ സൺ. സൂര്യന് വലയം വയ്ക്കുന്നു. ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഈ വലയം വയ്ക്കുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. വാട്ട് ആർ ദ പെക്യുലിയാരിറ്റീസ് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് ദി എർത്ത്? ഭൂമിയുടെ പരിക്രമണം മൂലമുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ എർത്ത് ഗോസ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ പാത്ത് ഓർബിറ്റ്. ദീർഘവൃത്താകൃതിയായിട്ടുള്ള ഒരു പാതയിലൂടെയാണ് ഭൂമി സൂര്യനെ വലയം വയ്ക്കുന്നത്. ഇറ്റ് ടേക്സ് 365 ഹാഫ് ക്വാർട്ടർ ഡേയ്സ് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ. 365 ദിവസമാണ് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ആവശ്യമായത്. ഡു നോട്ട് ഗെറ്റ് സൺലൈറ്റ് ഈക്വലി ഇൻ ഓൾ പ്ലേസസ്. ഈ സമയത്ത് സൂര്യപ്രകാശം എല്ലാ സ്ഥലത്തും ഒരുപോലെ ലഭ്യമാവുകയില്ല. വി എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സീസൺ. പലതരത്തിലുള്ള കാലാവസ്ഥകൾ ഈ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 22. വൈ ഡു സീസണൽ ചേഞ്ചസ് ഒക്കർ? എന്തുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത്? ദ എർത്ത് ഹാസ് ആൻ ഇമാജിനറി ആക്സിസ്. ഭൂമിക്ക് സാങ്കല്പികമായിട്ടുള്ള ഒരു അച്ചുതണ്ടുണ്ട്. ഇറ്റ് ഹാസ് 23.5 ഇൻക്ലിനേഷൻ. അത് 23.5 ഡിഗ്രി ചെരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഓൾ പ്ലേസസ് ഡു നോട്ട് ഗെറ്റ് ഈക്വൽ സൺലൈറ്റ്. ഈ ചെരിവ് കാരണം എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ സൂര്യപ്രകാശം ലഭ്യമാവുകയില്ല. ഡ്യൂ ടു ദിസ് റീസൺ, ഈ കാരണത്താൽ വി എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സീസൺ. നമുക്ക് പലതരത്തിലുള്ള കാലാവസ്ഥകൾ അനുഭവപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 23. വാട്ട് ഓൾ ചേഞ്ചസ് ഒക്കർ ഇൻ അവർ സറൗണ്ടിങ്സ് ഇൻ എ സിംഗിൾ ഇയർ? ഒരു വർഷത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അനുഭവപ്പെടുന്നത്? സ്പ്രിംഗ്, വസന്തകാലം, വിൻ്റർ, ശൈത്യകാലം, സമ്മർ, വേനൽക്കാലം, ഓട്ടം, ശരത്കാലം തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് നമ്മുടെ ചുറ്റും ഒരു വർഷത്തിൽ അനുഭവപ്പെടുന്നത്. വാട്ട് ഈസ് എ ലീപ്പ് ഇയർ? അതിവർഷം എന്നാൽ എന്ത്? ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ദ എർത്ത് ടേക്സ് 365 ക്വാർട്ടർ ഡേയ്സ്. 365 ദിവസം ഭൂമി എടുക്കുന്നു. ബട്ട് എ ഇയർ നോർമലി ഹാസ് 365 ഡേയ്സ്. എന്നാൽ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണ് ഉള്ളത്.
The remaining quarter part of a day will be considered as a full day once in every 4 years. ബാക്കിയുള്ള കാൽ ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു. Thus, every fourth year has 366 days and is called a leap year. അങ്ങനെ ഓരോ 4-ാമത്തെ വർഷത്തിലും 366 ദിവസങ്ങളുണ്ടാകും. ഇതാണ് അതിവർഷം.